തീർച്ചയായും അക്ഷരാർത്ഥത്തിലൊരു രാഷ്ട്രീയ വിമർശനം തന്നെയായിരുന്നു എം ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എം ഡിയുടെ ഭാഷയിൽ അതൊരു വിമർശനം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും യാഥാർത്ഥ്യങ്ങളാണ്, സമകാലീന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ് താൻ പറഞ്ഞതെന്ന് NE സുധീറിനോട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിരിക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എം ഡിയുടെ വാക്കുകളെ ചൊല്ലിയുള്ള പലതരത്തിലുള്ള വാദങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷം അത് തങ്ങളെക്കുറിച്ചല്ല, അല്ലെങ്കിൽ CPM അത് തങ്ങളെക്കുറിച്ചല്ല എന്ന് പറയുമ്പോൾ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു CPM അടക്കമുള്ളവരെ ഉദ്ദേശിച്ച് തന്നെയാണ് എം ഡിയുടെ പ്രസംഗം. ഉത്തമ ബോധ്യത്തോടെ അദ്ദേഹം നടത്തിയ പ്രസംഗമാണിത്. കേവലം ഒരു വേദിയിലെ താൽക്കാലിക ആവേശത്തിൽ തിരുതള്ളിൽ എം ടി നടത്തിയ പ്രസംഗമല്ല, കൃത്യമായി എഴുതി തയ്യാറാക്കി ഇത്തരത്തിൽ ഒരു പ്രസംഗം താൻ നടത്താൻ പോകുന്നുണ്ടോ എന്ന് മുൻകൂറായി പറഞ്ഞ ശേഷം വന്ന് പ്രസംഗിച്ച ശേഷവും താൻ പറഞ്ഞത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലത് എന്ന രീതിയിൽ, അതായത് കൃത്യമായ ഒരു സന്ദേശം താൻ നൽകിയിരിക്കുന്നു. കൃത്യമായ ഒരു രാഷ്ട്രീയ വിമർശനം താൻ നടത്തിയിരിക്കുന്നു. കൃത്യമായ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം താൻ പറഞ്ഞിരിക്കുന്നു. അത് ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളുകയാണെങ്കിൽ വളരെ നല്ലത് എന്ന ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. കാരണം CPM തങ്ങളെപ്പറ്റിയല്ല എന്ന് പറയുമ്പോഴും EMS അടക്കമുള്ള CPM നേതാക്കളെ ചൂണ്ടിക്കാട്ടി ഒരു വ്യക്തിപൂജയ്ക്ക് ഒരിക്കലും നിന്നുകൊടുത്ത ആളല്ല EMS. അധികാരം 1957 ബാലറ്റ് വിപ്ലവത്തിലൂടെ ലഭിച്ച ശേഷം എല്ലാം തികഞ്ഞു, അല്ലെങ്കിൽ എല്ലാം ആയി എന്ന് വിചാരിച്ച് അതിൽ അഭിരമിച്ചിരുന്ന ആളല്ല EMS. അദ്ദേഹം അതുകൊണ്ട് തന്നെ ആരാധ്യനായിത്തീരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാനായിത്തീരുന്നു എന്ന് പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ പറയുക. ഒരുപക്ഷെ പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിൽ ഇത്തരം തുറന്നുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം യാഥാർത്ഥ്യങ്ങളൊന്നും പറയാൻ സാധാരണഗതിയിൽ ആർക്കും ധൈര്യം കാണില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള സാഹിത്യകാരം, കേരളം ഏറെ ബഹുമാനത്തോടു കൂടി കാണുന്ന, തീർച്ചയായും അവിടെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പൊതുസമൂഹത്തിന്റെ ധൈര്യമില്ലായ്മ കൂടിയാണ് MT വാസുദേവൻ നായർ പറഞ്ഞത് എന്നാണല്ലോ സുധീറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, MT പറഞ്ഞു തൻ്റെ വാക്കുകൾ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുമോ എന്ന് തനിക്ക് അറിയില്ല എന്ന്. അതായത് ഞാനും അനീഷുമൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. ഈ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ. ആ ജനങ്ങളെ സേവിക്കാൻ അവസരം നൽകൂ എന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് അഭ്യർത്ഥിക്കുന്നവരാണ് വിജയിച്ചു കഴിയുമ്പോൾ രാജാക്കന്മാരാവുകയും ജനങ്ങളെ പ്രജകളാക്കി മാറ്റുകയും നിങ്ങൾ സഹിച്ചുകൊള്ളൂ എന്ന മട്ടിൽ ഈ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത്. അത് എവിടെയാണെങ്കിലും അപ്പോൾ ഒരു വിദ്യാസമ്പന്നമായ സമൂഹം ഇങ്ങനെ രാജാക്കന്മാരെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഗതികേടിനെ കൂടിയാണ് MT പറഞ്ഞു വെച്ചത്. ഈ സമൂഹവും തിരുത്തപ്പെടേണ്ടതുണ്ട്. ജനപ്രതിനിധികൾ എന്നാൽ ജനങ്ങളെ സേവിക്കേണ്ടവരാണ്, അല്ലാതെ ജനങ്ങളെ ഭരിക്കേണ്ടവരോ ജനങ്ങൾക്ക് മേൽ അമിതാധികാരം പുലർത്തേണ്ടവരോ അല്ല എന്നാണ് MT ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായും മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരനാണ് അദ്ദേഹം പലപ്പോഴും ചരിത്ര പുരുഷന്മാരെ റീഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ പുനർനിർവചിക്കുക എന്ന ധർമ്മം നിർവഹിച്ചിട്ടുള്ള നമുക്കറിയാം. സിനിമയിലായാലും നോവലുകളിലൊക്കെ ആയാലും അദ്ദേഹം പുനർനിർവചിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഒരു ക്ലാസിക് പ്രസംഗം, കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും ക്ലാസിക്കായ ഒരു പ്രസംഗം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗം ഏതെന്ന് കാലം ചോദിച്ചാൽ ഒരുപക്ഷെ കോഴിക്കോട്ടെ MDയുടെ പ്രസംഗം എന്നൊരു പക്ഷേ വിലയിരുത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, ആൾക്കൂട്ട വിപ്ലവത്തിലൂടെയാണ് റഷ്യയിൽ സർ ചക്രവർത്തിയിൽ നിന്നും ഭരണം പിടിച്ചെടുത്തത്. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അപജയമുണ്ടായപ്പോൾ തിരുത്തലുകൾ വേണ്ടി വന്നപ്പോൾ ആൾക്കൂട്ടം ആ തിരുത്തലിന് തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ജനസേവകരാവേണ്ടവർ ജനസേവകരല്ലാതെ മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പിന്നീടുണ്ടായത് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പതനമാണ്. അത്തരം തിരുത്തലുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്ന ആ സ്ഥലത്ത് ഉണ്ടായത് ആ സാമ്രാജ്യം തന്നെ ഒന്നടങ്കം നിലംപൊത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സമാനമായ സ്ഥിതി തന്നെ ഒരു തിരുത്തലിനെക്കുറിച്ച് MD പറയുമ്പോഴും ഇത് തങ്ങളെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ തങ്ങളുടെ അപജയത്തെക്കുറിച്ചുള്ള, തങ്ങൾ ഇരുത്തി ചിന്തിക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള വാക്കുകളാണ് MD പറഞ്ഞതെന്ന് പോലും ഉൾക്കൊള്ളാൻ ആരെക്കുറിച്ചാണോ MD ഉദ്ദേശിച്ചത് അവർ തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് MDയുടെ ഈ വാക്കുകളുടെ പ്രസക്തി ഒരുപക്ഷെ വർദ്ധിപ്പിക്കുന്നത്. ഒരാൾക്കൂട്ടം വലിയ തോതിൽ രാജപരിവേഷത്തോടുകൂടി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെയൊക്കെ തമസ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അപായ
സൂചന എം ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമ്പോൾ ആ സൂചന തിരിച്ചറിയാൻ പോലും ആ ചുവരെഴുത്ത് മനസ്സിലാക്കാൻ പോലും ആർക്കെതിരെയാണോ വിമർശനം ഉന്നയിച്ചത് അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് എം ഡിയുടെ വാക്കുകളിലെ വിമർശനത്തിലുള്ളത്, എം ഡിയുടെ പ്രസംഗത്തിലുള്ളത്. അതുതന്നെയാണ് താരത്തിൻ്റെ ചുവരെഴുത്തായി ഈ വിമർശന വിധേയരായവർ കാണേണ്ടതും. പക്ഷേ ദൗർഭാഗ്യവശാൽ അവരത് കാണുന്നില്ല. അത് തങ്ങളെക്കുറിച്ചല്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഈ പ്രസംഗത്തിൻ്റെ വ്യാപ്തി. ഈ മഴ പെയ്താലും മരം പെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞതുപോലെ എം ഡിയുടെ പ്രസംഗം കഴിഞ്ഞാലും അതിൻ്റെ അലയൊലികൾ വീണ്ടും രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കും. പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു, സാഹിത്യ ലോകം ഏറ്റെടുക്കുന്നു. അങ്ങനെ ആ പ്രസംഗം ഒരു വലിയ ചർച്ചയായി മാറുമ്പോഴും ആരെയാണോ എം ടി ഉദ്ദേശിച്ചത് അവർ ആ പ്രസംഗത്തെ അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിൽ കണ്ടിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. അഭിലാഷ്. റൈറ്റ്. കഴിഞ്ഞ ദിവസമായിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ എം ടി വാസുദേവൻ നായർ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. അധികാരത്തിലെത്തുന്നവർ അമിതാധികാര പ്രയോഗം ആണ് ഇപ്പോൾ നടത്തുന്നത് എന്ന വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നു. നേതൃപൂജയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന വിമർശനം ഉന്നയിച്ചു. അതോടൊപ്പം ചരിത്രം അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഉൾപ്പെടെ അദ്ദേഹം പരാമർശിച്ചു പോയി. EMS ഇത്തരത്തിലുള്ള നേതൃപൂജയ്ക്ക് പാത്രമായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതേസമയം ആ വിമർശനം തങ്ങളെ ഉദ്ദേശിച്ചുള്ളതല്ല എന്നാണ് LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാരിനെ ആണ് MT വാസുദേവൻ നായർ ഉദ്ദേശിച്ചത് എന്ന പരാമർശമാണ് നടത്തിയത്. എന്നാൽ ഇപ്പോൾ സാഹിത്യകാരൻ NE സുധീർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുകയാണ്. തികഞ്ഞ ബോധ്യത്തോടുകൂടി, ഉത്തമമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് MT വാസുദേവൻ നായർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ, സാമൂഹിക അവസ്ഥയെ കൂടി വിലയിരുത്തിക്കൊണ്ട് ആണ് എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം അദ്ദേഹം അവതരിപ്പിച്ചത് എന്നാണ് സുധീർ പറയുന്നത്.